സുഹൃത്തുക്കളെ, നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ലോകത്ത് 8 ബില്യൺ ആളുകളുണ്ട്, എണ്ണമറ്റ മുഖങ്ങളുണ്ട്. എന്നിട്ടും നിങ്ങൾ എന്തുകൊണ്ടാണ് ആ ഒരു പ്രത്യേക വ്യക്തിയെ കണ്ടുമുട്ടുന്നത്, പ്രണയിക്കുന്നു, വിവാഹം കഴിക്കുന്നു? നിങ്ങൾക്ക് ഇന്നത്തെ ലോകത്ത് നമുക്ക് ഡേറ്റിംഗ് ആപ്പുകളും വിവാഹ വെബ്സൈറ്റുകളും ഉണ്ട്. നമ്മൾ സ്വൈപ്പ് ചെയ്ത് നമ്മുടെ പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നു എന്ന് കരുതുന്നു. പ്രൊഫൈലുകളും ഫോട്ടോകളും അടിസ്ഥാനമാക്കി തീരുമാനങ്ങൾ എടുക്കുന്നു എന്ന് കരുതുന്നു. അദ്ദേഹം ആരോടും വിവേചനം കാണിക്കുന്നില്ല. ഈ ജോഡി ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടതല്ല. ഈ ജോഡി നിങ്ങളുടെ സ്വന്തം രണാനുബന്ധത്താൽ സൃഷ്ടിക്കപ്പെട്ടതാണ്. രണാനുബന്ധം എന്ന വാക്ക് ശ്രദ്ധാപൂർവം മനസ്സിലാക്കുക. രണ എന്നാൽ കടം, അനുബന്ധം എന്നാൽ ബന്ധം. ഇതിനർത്ഥം കഴിഞ്ഞകാല ജീവിതത്തിലെ അടയ്ക്കാത്ത കടങ്ങൾ. സങ്കൽപ്പിക്കുക, കഴിഞ്ഞകാല ജീവിതത്തിൽ നിങ്ങൾ ഒരാളുമായി ആഴത്തിലുള്ള ഇടപാട് നടത്തിയിരിക്കാം. ഒരുപക്ഷെ അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളെ ആഴത്തിൽ സേവിക്കുകയും അതിനു പകരമായി ഒന്നും നൽകാതിരിക്കുകയും ചെയ്തു. നിങ്ങൾ മരിക്കുമ്പോൾ ശരീരം ചാരമായി മാറും. എന്നാൽ ഇടപാടുകളുടെ കണക്ക്, ആ വൈകാരിക കണക്ക് ആത്മാവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഓരോ പ്രവൃത്തിക്കും ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കണം എന്നത് പ്രകൃതിയുടെ നിയമമാണ്. ഓരോ കടവും തിരിച്ചടയ്ക്കണം. അതിനാൽ അടുത്ത ജന്മത്തിൽ പ്രകൃതി ആ വ്യക്തിയുടെ ആത്മാവിനെയും നിങ്ങളുടെ ആത്മാവിനെയും വേർപെടുത്താൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുവരുന്നു. ആ സാഹചര്യമാണ് വിവാഹം എന്ന ബന്ധം. കാരണം അത് 2 പേർ ഒരേ കൂരയുടെ കീഴിൽ ഒരേ മുറിയിൽ ഒരേ തട്ടിൽ ഭക്ഷണം കഴിച്ച് സന്തോഷം പങ്കിടുന്ന ഒരേയൊരു ബന്ധമാണ്. കടം തിരിച്ചടയ്ക്കാൻ ഇതിലും മികച്ച വേദി ഉണ്ടാകില്ല. വിവാഹസമയത്ത് നമ്മൾ തീയിന് ചുറ്റും 7 തവണ വലം വെക്കുന്നത് നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാകും. എന്തുകൊണ്ടാണ് തീ? എന്തുകൊണ്ട് വെള്ളം പാടില്ല? എന്തുകൊണ്ട് കാറ്റ് പാടില്ല? കാരണം തീ നമ്മുടെ വേദങ്ങളിൽ ഏറ്റവും വലിയ സാക്ഷിയായും ഏറ്റവും വലിയ ശുദ്ധീകരണമായും കണക്കാക്കപ്പെടുന്നു. തീ എന്നത് ദൈവങ്ങൾക്ക് നമ്മുടെ സന്ദേശം അറിയിക്കുന്ന മാധ്യമമാണ്. എന്നാൽ അതിന് ഒരു ഭയപ്പെടുത്തുന്ന വശവും ഉണ്ട്. തീയും കടത്തെ സൂചിപ്പിക്കുന്നു. നിങ്ങൾ തീയെ ചുറ്റി നടക്കുമ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ ആ പ്രപഞ്ചത്തിലെ തീയുടെ മുന്നിൽ, ആ പ്രപഞ്ചശക്തിയുടെ മുന്നിൽ, ഈ ജീവിതത്തിൽ നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിലെ എല്ലാ പൂർത്തിയാകാത്തതും ശിഥിലമായതുമായ കർമ്മങ്ങളെയും ഒരുമിച്ച് തീർപ്പാക്കുമെന്ന് സത്യം ചെയ്യുകയാണ്. ആ 7 ചുറ്റുകൾ ശരീരത്തിനും ചക്രങ്ങൾക്കും നിലനിൽപ്പിന്റെ തലങ്ങൾക്കുമിടയിലുള്ള ബന്ധമാണ്. ഇത് ഒരു ചടങ്ങല്ല, ഇത് നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം നിങ്ങൾ അണിയുന്ന ആത്മീയ കൈവിലങ്ങാണ്. എന്ന ഭർത്താവിനും ഭാര്യയ്ക്കുമിടയിൽ സ്നേഹമില്ലാത്തയിടത്ത്, ഓരോ ചെറിയ കാര്യത്തിനും വഴക്കുകൾ പൊട്ടിപ്പുറപ്പെടുന്നിടത്ത്, പരസ്പരം താഴ്ത്തിക്കെട്ടാൻ ഒരു അവസരവും പാഴാക്കാത്തയിടത്ത്, ശാരീരികവും മാനസികവുമായ അതിക്രമങ്ങൾ സാധാരണമായ ഒരിടത്ത് ഇങ്ങനെയൊരു ഭർത്താവിനെയോ ഭാര്യയെയോ ലഭിച്ചത് എന്റെ ദുർഭാഗ്യമാണ്. ഞാൻ അവർക്ക് ഒരു തെറ്റും ചെയ്തിട്ടില്ല. പിന്നെ ഈ വ്യക്തി എന്തിനാണ് എന്റെ രക്തത്തിനായി ദാഹിക്കുന്നതെന്ന് നിങ്ങൾ കരുതുന്നു? സത്യം എന്തെന്നാൽ ഈ ജീവിതത്തിൽ അവർ നിങ്ങളുടെ ഭർത്താവോ ഭാര്യയോ ആയി വന്നിരിക്കുന്നു. എന്നാൽ അവരുടെ മുൻജന്മത്തിൽ അവർ നിങ്ങളുടെ ശത്രുവായിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ അവർക്ക് കടുത്ത അനീതി ചെയ്തു. ആ സമയത്ത് അവർ ദുർബലരായിരുന്നു. നിങ്ങളെ എതിർത്ത് നിൽക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. മരിക്കുന്ന സമയത്ത് അവർക്ക് വെറുപ്പും പ്രതികാര ചിന്തയും ഉണ്ടായിരുന്നു. അതെ, തീവ്രത, ആ വൈബ്രേഷൻ അവരെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിച്ചു. ഇപ്പോൾ അവർ നിങ്ങളുടെ കിടപ്പുമുറിയിൽ, നിങ്ങളുടെ വീട്ടിൽ നിങ്ങളോടൊപ്പം പകവീട്ടും. അവർ നിങ്ങളെ കരയിപ്പിക്കും, നിങ്ങളെ ദ്രോഹിക്കും. അവരുടെ ഹൃദയത്തിലെ പഴയ കെട്ടുകൾ അഴിയുന്നതുവരെ അവർ തുടരും. ആളുകൾ ഇതിനെ ഗാർഹിക പീഡനം എന്ന് വിളിക്കുന്നു. ആത്മീയത ഇതിനെ കർമ്മ പരിഹാരം എന്ന് വിളിക്കുന്നു. 2ാമത്തെ തരം കടം നിറഞ്ഞ വിവാഹങ്ങൾ. ഇത് പണത്തെയും വിഭവങ്ങളെയും ചുറ്റിപ്പറ്റിയുള്ള ഒരു ബന്ധമാണ്. പലപ്പോഴും വളരെ കഠിനാധ്വാനം ചെയ്യുന്ന ഒരാൾ നിരന്തരം രോഗിയായ, വളരെ അധികം പണം ചെലവഴിക്കുന്ന, അല്ലെങ്കിൽ ദുർവ്യയം അല്ലാതെ മറ്റൊന്നും സമ്പാദിക്കാത്ത ഒരാളെ വിവാഹം കഴിക്കുന്നത് നിങ്ങൾ കാണുന്നു. നിങ്ങൾ നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ കഴുതയെ പോലെ ജോലി ചെയ്യുന്നു, പണം സമ്പാദിക്കുന്നു. കൂടാതെ അതെല്ലാം നിങ്ങളുടെ പങ്കാളിയുടെ രോഗം, അവരുടെ ഹോബികൾ അല്ലെങ്കിൽ അവരുടെ തെറ്റുകൾ തിരുത്തുന്നതിനായി പോകുന്നു. നിങ്ങൾ ഒരു നല്ല ഭർത്താവോ ഭാര്യയോ ആയി നിങ്ങളുടെ കടം നിറവേറ്റുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. എന്നാൽ ഗരുഡപുരാണത്തിന്റെ കാഴ്ചപ്പാടിൽ നിങ്ങൾ ഒരു പഴയ കടം തിരിച്ചടയ്ക്കുകയാണ്. മുൻ ജന്മത്തിൽ ഒരുപക്ഷെ നിങ്ങൾ അവരുടെ പണം മോഷ്ടിച്ചിരിക്കാം. നിങ്ങൾ അവർക്ക് സാമ്പത്തിക നഷ്ടം വരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ അവർ ഓരോ
പൈസയും പലിശ സഹിതം തിരികെ വാങ്ങുന്നു. അവസാന പൈസ അടയ്ക്കുന്ന ദിവസം, കണക്ക് പൂജ്യത്തിലെത്തുന്ന ദിവസം. ആ വ്യക്തി നിങ്ങളുടെ ജീവിതം എന്നേക്കുമായി പരിഷ്കരിക്കുന്നതോ അല്ലെങ്കിൽ വിട്ടുപോകുന്നതോ നിങ്ങൾ കാണും. വിവാഹമോചനം വഴിയോ മരണം വഴിയോ കാരണം ഉദ്ദേശ്യം നിറവേറി, കരാർ അവസാനിച്ചു. മൂന്നാമത്തെ തരം അശ്രദ്ധമായ വിവാഹങ്ങൾ. ഇവ തീവ്രമായ സ്നേഹമോ തീവ്രമായ വെറുപ്പോ ഇല്ലാത്ത വിവാഹങ്ങളാണ്. ഭർത്താവ് തന്റെ ജോലിയിൽ മുഴുകിയിരിക്കുന്നു, ഭാര്യ സ്വന്തം ലോകത്തിൽ മുഴുകിയിരിക്കുന്നു. ആ സംഗീതം അവർ ഒരുമിച്ച് താമസിക്കുന്നു, കുട്ടികളുണ്ടാകുന്നു, ഉത്തരവാദിത്തങ്ങൾ പങ്കിടുന്നു. എന്നാൽ അവർക്കിടയിൽ ഒരു ആത്മീയ ബന്ധവുമില്ല. രണ്ട് അപരിചിതർ ഒരേ ട്രെയിൻ കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്യുന്നത് പോലെയാണിത്. നിങ്ങളുടെ മുൻ ജന്മത്തിൽ ആ ആത്മാവുമായി നിങ്ങൾക്ക് ഒരു ചെറിയ ബന്ധം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എങ്കിൽ ഇത് സംഭവിക്കുന്നു. ആഴത്തിലുള്ള കടമില്ല, ചെറിയ ചടങ്ങുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനാൽ പ്രകൃതി നിങ്ങളെ ഒന്നിപ്പിച്ചു. അതുവഴി നിങ്ങൾക്ക് ആ ചടങ്ങ് പൂർത്തിയാക്കി മുന്നോട്ടു പോകാൻ കഴിയും. ഇവയിൽ നാലാമത്തെ തരം ഉണ്ട്. അത് വളരെ അപൂർവമാണ്. ഇതിനെ നമ്മൾ ഒരു നല്ല കരാർ എന്ന് പറയുന്നു. മുൻ ജന്മത്തിൽ പരസ്പരം പിന്തുണയ്ക്കുകയും തങ്ങളുടെ ഭക്തിയിൽ പരസ്പരം സഹായിക്കുകയും ചെയ്ത രണ്ട് വളരെ സന്തുലിതമായ ആത്മാക്കൾ വീണ്ടും കണ്ടുമുട്ടുമ്പോൾ ഇത് സംഭവിക്കുന്നു. അത്തരം ഭർത്താവോ ഭാര്യയോ നിങ്ങളെ ഒരിക്കലും വഞ്ചിക്കില്ല. അയാൾ അല്ലെങ്കിൽ അവൾ നിങ്ങൾക്ക് ഒരു പരിചയായി നിലകൊള്ളും. എന്നാൽ കലിയുഗത്തിൽ അത്തരം ബന്ധങ്ങൾ 1000-ൽ 1. മിക്ക ബന്ധങ്ങളും ആദ്യത്തെ 3 വിഭാഗങ്ങളിൽ പെടുന്നു. ഇപ്പോൾ വളരെ സെൻസിറ്റീവായതും രഹസ്യ സ്വഭാവമുള്ളതുമായ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാം. ആളുകൾ പലപ്പോഴും തുറന്നു സംസാരിക്കാൻ ഭയപ്പെടുന്ന ഒന്ന്, വിവാഹേതര ബന്ധങ്ങൾ. ഗരുഡപുരാണം ഇതിനെക്കുറിച്ച് എന്തു പറയുന്നു? വിവാഹം 7 ജന്മങ്ങളിലേക്കുള്ള ബന്ധമായിരിക്കുമ്പോൾ മൂന്നാമതൊരാൾ എങ്ങനെ ചിത്രത്തിൽ വരുന്നു? ഇത് വെറും സ്വഭാവത്തിന്റെ ബലഹീനതയാണോ, അതോ അതിനു പിന്നിൽ എന്തെങ്കിലും കർമ്മപരമായ യുക്തിയുണ്ടോ? ചിലപ്പോൾ ഒരു വ്യക്തിയുമായുള്ള നമ്മുടെ ബന്ധം ഒരു വ്യക്തിയിൽ മാത്രം അവസാനിക്കില്ലെന്ന് വേദങ്ങൾ പറയുന്നു. കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ 2 തവണ വിവാഹം കഴിച്ചിരുന്നു, അല്ലെങ്കിൽ മറ്റൊരാളുമായി നിങ്ങൾക്ക് ആഴത്തിലുള്ള വൈകാരിക ബന്ധമുണ്ടായിരുന്നു. അത് പെട്ടെന്ന് മുറിഞ്ഞുപോയി. ആ ആത്മാവും അതിന്റെ പങ്കിനെ തേടി അലയുകയാണ്. ഈ ജീവിതത്തിൽ നിങ്ങൾ മറ്റൊരാളെ വിവാഹം കഴിച്ചു, കാരണം വിധി അങ്ങനെയാണ് എഴുതിയത്. എന്നാൽ ആ പഴയ ആത്മാവ്, ആ പഴയ കാമുകൻ നിങ്ങളുടെ വാതിലിൽ വീണ്ടും മുട്ടുമ്പോൾ നിങ്ങൾ അതിലേക്ക് ആകർഷിക്കപ്പെടാതിരിക്കാൻ കഴിയില്ല. ഈ നിയമവിരുദ്ധമായ ആകർഷണം യഥാർത്ഥത്തിൽ തിരിച്ചടയ്ക്കാത്ത ഒരു കടത്തിന്റെ വിളിയാണ്. എന്നാൽ ശ്രദ്ധിക്കുക, ഗരുഡപുരാണം അതിനെ ന്യായീകരിക്കുന്നില്ല. ഗരുഡപുരാണം ഇത് ഒരു പരീക്ഷണമാണെന്ന് പറയുന്നു. പ്രകൃതി തീർച്ചയായും നിങ്ങളെ നിങ്ങളുടെ പഴയ കടക്കാരന്റെ അടുത്തേക്ക് കൊണ്ടുവരും. പക്ഷേ നിങ്ങൾക്ക് മനസാക്ഷിയുണ്ട്, നിങ്ങൾക്ക് ധർമ്മമുണ്ട്. ആ ആകർഷണത്താൽ നിങ്ങൾ ആകർഷിക്കപ്പെട്ട് നിങ്ങളുടെ ഇപ്പോഴത്തെ ജീവിത പങ്കാളിയെ വഞ്ചിച്ചാൽ ആ സംഗീതം നിങ്ങൾ പുതിയതും ഭയങ്കരവുമായ കർമ്മം ഉണ്ടാക്കുന്നു. മുമ്പ് അഴിച്ചുമാറ്റാത്ത ഒരു നൂലിനെ നിങ്ങൾ കൂടുതൽ കുഴപ്പത്തിലാക്കുന്നു. ഇത് പ്രണയമാണെന്ന് നിങ്ങൾ കരുതുന്നത് ഒരു കുഴിമാടമാണ്, പക്ഷേ അത് യഥാർത്ഥത്തിൽ നിങ്ങളെ മുക്കിക്കൊല്ലാൻ വന്ന ഒരു പഴയ കടമാണ്. ഞാൻ എന്തുകൊണ്ടാണ് വിവാഹം കഴിക്കാത്തതെന്ന് ചിന്തിക്കുന്നവർ, ഞാൻ പ്രായമായി, എന്റെ സുഹൃത്തുക്കളെല്ലാം പരിഹരിക്കപ്പെട്ടു, പക്ഷേ എനിക്ക് ഒന്നും ഫലപ്രദമായി തോന്നുന്നില്ല. എനിക്ക് ശാപമുണ്ടോ? ഇല്ല, അതൊരു ശാപമല്ല. ചിലപ്പോൾ അതൊരു വരമാണ്. ഗരുഡ് പുരാണമനുസരിച്ച് ഭൂമിയിൽ കൂടുതൽ കർമ്മ കടമില്ലാത്ത ആത്മാക്കളെ പ്രകൃതി വിവാഹ ബന്ധങ്ങളാൽ ബന്ധിപ്പിക്കുന്നില്ല, അത് അവരെ സ്വതന്ത്രമായി നിർത്തുന്നു. വിവാഹം കഴിക്കാത്തത് നിങ്ങളുടെ ആത്മാവ് അതിന്റെ യാത്രയുടെ അവസാന ഘട്ടത്തിലാണെന്നതിന്റെ സൂചനയായിരിക്കാം. നിങ്ങൾ ഇനി ഒരു വ്യക്തിയുമായി ബന്ധിപ്പിക്കപ്പെടേണ്ടതില്ല. നിങ്ങൾ ഇപ്പോൾ മുഴുവൻ മനുഷ്യരാശിക്കു വേണ്ടിയോ അല്ലെങ്കിൽ ദൈവത്തിനു വേണ്ടിയോ ജീവിക്കണം. എന്നാൽ സാമൂഹിക സമ്മർദ്ദത്തിൽ അയ്യോ ഞാൻ വിവാഹം കഴിച്ചില്ല എന്ന് നമ്മൾ കരയുന്നു. ദൈവം നമ്മളെ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന കൂട്ടിൽ നമ്മൾ ബലമായി പ്രവേശിക്കാൻ ശ്രമിക്കുന്നു. അതിനാൽ നിങ്ങൾ വിവാഹം കഴിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ അത് തകർന്നുപോയാൽ അതിനെ ദുരദൃഷ്ടമായി കണക്കാക്കരുത്. ഒരുപക്ഷേ ഒരു വലിയ ഉദ്ദേശ്യം നിങ്ങളെ കാത്തിരിക്കുന്നു എന്നതിന്റെ അടയാളമായി കണക്കാക്കുക. ഇപ്പോൾ ചോദ്യം ഉയരുന്നു, എല്ലാം മുൻകൂട്ടി തീരുമാനിക്കപ്പെട്ടതാണെങ്കിൽ എന്റെ വിവാഹം മുൻപത്തെ ജീവിതത്തിൽ ഞാൻ ചെയ്ത കരാറാണെങ്കിൽ ഞാൻ ഒപ്പിട്ടു, അതുകൊണ്ട് ഞാൻ എന്തു ചെയ്യണം? ഞാൻ വെറുതെ ഇരിക്കുകയും അടിവാങ്ങുകയും വേണോ? ഈ നരക വിവാഹത്തെ ഞാൻ തുടർന്നും സഹിക്കണോ? ഇല്ല, ഗരുഡപുരാണം നിങ്ങളെ
സഹായമില്ലാത്തവരാക്കാൻ ആഗ്രഹിക്കുന്നില്ല, അത് നിങ്ങളെ ജ്ഞാനിയാക്കാൻ ആഗ്രഹിക്കുന്നു. മറ്റൊരാൾ നിങ്ങളെ വേദനിപ്പിക്കുന്നത് അവർ മോശമായതുകൊണ്ടല്ല, പക്ഷേ ഞാൻ അവർക്ക് കടപ്പെട്ടിരിക്കുന്നതുകൊണ്ട് നിങ്ങളുടെ കാഴ്ചപ്പാട് മാറുന്നു. ഇരയുടെ ചീട്ട് കളിക്കുന്നത് നിർത്തുക. നിങ്ങൾ കരയുന്നത് നിർത്തുക. എനിക്ക് കിട്ടിയ അടി അല്ലെങ്കിൽ എനിക്ക് കിട്ടിയ അപമാനം ഞാൻ എറിഞ്ഞ് പന്ത് മാത്രമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു. അത് ചുമരിൽ നിന്ന് ധരിച്ചു. അതിനാൽ പരിഹാരം എന്താണ്? വിവാഹമോചനം പരിഹാരമാണോ? ഇന്നത്തെ ലോകത്ത് ആളുകൾ ഉടനടി വിവാഹമോചനം ചെയ്യുന്നു. പങ്കാളിയെ മാറ്റുന്നത് വേദനയ്ക്ക് അറുതി വരുത്തുമെന്ന് അവർ കരുതുന്നു. പക്ഷേ കർമ്മത്തിന്റെ നിയമം നിങ്ങൾ പാഠം പഠിച്ചില്ലെങ്കിൽ, ആ കടം തിരിച്ചടച്ച് ഓടിപ്പോയാൽ ആ കടം പൊറുക്കപ്പെടില്ല എന്ന് പറയുന്നു. അത് തുടരും. നിങ്ങൾ വീണ്ടും വിവാഹം കഴിക്കും. അവിടെയും ഇതേ പ്രശ്നങ്ങൾ നിങ്ങൾ നേരിടും. മുഖം മാത്രമേ മാറുകയുള്ളൂ, എന്നാൽ രീതി അതുപോലെയായിരിക്കും. പലരും 2 or 3 തവണ വിവാഹം കഴിക്കുന്നു, എന്നാൽ ഓരോ തവണയും അവർ ഒരേ വഞ്ചകനായ അല്ലെങ്കിൽ ദുരുപയോഗം ചെയ്യുന്ന പങ്കാളിയെ കണ്ടെത്തുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകാം. എന്തുകൊണ്ട്? കാരണം അവർ ആ വ്യക്തിയെ മാറ്റുന്നു, എന്നാൽ അവരുടെ ശക്തിയെയല്ല, അവരുടെ കർമ്മത്തെയല്ല. നിങ്ങൾ ക്ലാസ്സിൽ വിജയിച്ചില്ലെങ്കിൽ സ്കൂളുകൾ മാറ്റുന്നതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. നിങ്ങൾ ഒരേ ക്ലാസ്സിൽ വീണ്ടും വീണ്ടും പരാജയപ്പെടും. തകർന്ന വിവാഹത്തിന്റെ വേദന മറ്റേതൊരു ശാരീരിക മുറിവിനേക്കാളും ആഴമുള്ളതായിരിക്കുന്നത് എന്തുകൊണ്ട്? നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഡോപാമൈൻ, ഓക്സിഡോസിൻ ഹോർമോണുകൾ ഇല്ലാത്തതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്ന് ശാസ്ത്രം പറയുന്നു. എന്നാൽ ആത്മീയത വിവാഹസമയത്ത് 2 വ്യക്തികളുടെ സൂക്ഷ്മ ശരീരങ്ങൾ അല്ലെങ്കിൽ ആസ്ട്രൽ ശരീരങ്ങൾ ബന്ധിപ്പിക്കപ്പെടുന്നു എന്ന് പറയുന്നു. അവരുടെ ഊർജ്ജ ചാനലുകൾ ഒന്നാകുന്നു. വിവാഹമോചനം അല്ലെങ്കിൽ വേർപിരിയൽ സംഭവിക്കുമ്പോൾ അത് ബന്ധിപ്പിച്ചിരിക്കുന്ന 2 കാര്യങ്ങളെ ബലമായി വേർപെടുത്തുന്നത് പോലെയാണ്. വേദന എന്നത് ആത്മാവിനുണ്ടാകുന്ന മുറിവാണ്. ഇത് ചില സമയങ്ങളിൽ ഒരു ആയുഷ്കാലം, ചില സമയങ്ങളിൽ പല ജന്മങ്ങൾ കൊണ്ടാണ് സുഖപ്പെടുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ മുതിർന്നവർ ഒരു ബന്ധം ഉണ്ടാക്കുന്നത് എളുപ്പമാണെന്ന് പറഞ്ഞത്. എന്നാൽ അത് പരിപാലിക്കുന്നതിനും മുറിക്കുന്നതിനും രക്തം ചിന്തേണ്ടി വരും. ഈ കർമ്മചക്രം തകർക്കാൻ ഈ എഴുതപ്പെട്ട കരാർ അസംഗീതം കീറാൻ ഒരേയൊരു വഴി മാത്രമേയുള്ളൂ. കൂടാതെ ഇത് നമ്മുടെ ആർക്കികളാൽ വെളിപ്പെടുത്തിയ വളരെ രഹസ്യമായ രീതിയാണ്. ആ രീതി സാക്ഷ്യം വഹിക്കലും ക്ഷമിക്കലുമാണ്. ഇത് ലളിതമായി തോന്നാമെങ്കിലും ഇത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നിങ്ങളുടെ ജീവിതം നശിപ്പിച്ച ഭർത്താവിനെ, സമൂഹത്തിൽ നിങ്ങളെ അപമാനിച്ച് ഭാര്യയെ ക്ഷമിക്കുക. നിങ്ങളുടെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് അവളെ അനുഗ്രഹിക്കുക. ആ സംഗീതം അത് അസാധ്യമായി തോന്നുന്നു. നിങ്ങളുടെ ഈഗോ പറയുന്നു, ഞാൻ അവളെ വിടില്ല, ഞാൻ പ്രതികാരം ചെയ്യും. എന്നാൽ ഓർക്കുക, പ്രതികാരം എന്നത് മറ്റൊരു ചക്രം ആരംഭിക്കുന്നതാണ്. ഈ ജീവിതത്തിൽ നിങ്ങൾ അവളെ കോടതിയിലേക്ക് വലിച്ചിഴച്ച് അവളെ വേദനിപ്പിച്ചാൽ അടുത്ത ജീവിതത്തിൽ അവൾ നിങ്ങളോട് പ്രതികാരം ചെയ്യാൻ തിരികെ വരും. ഈ ചക്രം ഒരിക്കലും അവസാനിക്കില്ല. ഈ ജയിലിൽ നിന്ന്, ഈ ശ്വാസം മുട്ടിക്കുന്ന വിവാഹത്തിൽ നിന്ന് നിങ്ങൾ യഥാർത്ഥത്തിൽ മോചിതനാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഈ കെയർ മുറിച്ചു മാറ്റണം. ഒരു കെയർ വെറുപ്പാൽ മുറിക്കപ്പെടുന്നില്ല, അത് വെറുപ്പിനെ ശക്തിപ്പെടുത്തുന്നു. ഒരു കെയർ അവഗണനയും ക്ഷമയും കൊണ്ട് മുറിക്കപ്പെടുന്നു. ഇന്ന് രാത്രി ഈ പരീക്ഷണം ശ്രമിക്കുക. നിങ്ങളുടെ പങ്കാളി ഉറങ്ങുമ്പോൾ അവരുടെ മുഖത്ത് നോക്കുക. ആ സമയത്ത് അവർ ശാന്തരായിരിക്കും. അവരുടെ അഹംഭാവം ഉറങ്ങുകയായിരിക്കും. നിങ്ങളുടെ മനസ്സിൽ അവരോട് സംസാരിക്കുക. നമ്മുടെ കഴിഞ്ഞ കാലത്തെ കണക്കുകൾ എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചിരിക്കാം. അതിനായി എന്നോട് ക്ഷമിക്കൂ. ഈ ജീവിതത്തിൽ നിങ്ങൾ എനിക്ക് വരുത്തിയ വേദനയ്ക്ക് ഞാൻ നിങ്ങളോട് ക്ഷമിക്കുന്നു. ഈ അരണാനുബന്ധത്തിൽ നിന്നുള്ള ഈ കരാറിൽ നിന്ന് ഞാൻ നിങ്ങളെ വിടുവിക്കുന്നു. ഞാനും എന്നെ വിടുവിക്കുന്നു. ഞങ്ങളുടെ ഇടപാടുകൾ പൂർണ്ണമാണ്. ഈ വികാരത്തെ, ഈ പ്രകമ്പനത്തെ ദിവസവും അയക്കുമ്പോൾ ഒരു അത്ഭുതം സംഭവിക്കുന്നു. പ്രതികാരം ചെയ്യാൻ ആഗ്രഹിക്കുന്ന മറ്റൊരാളുടെ ആത്മാവ് സമാധാനം കണ്ടെത്താൻ തുടങ്ങുന്നു. ഒരു വാക്കും ഇല്ലാതെ, വഴക്കും ഇല്ലാതെ അവരുടെ പെരുമാറ്റത്തിൽ മാറ്റം കാണും. ആ വ്യക്തി പരിഷ്കരിക്കപ്പെടുകയും നിങ്ങളോടൊപ്പം സ്നേഹത്തോടെ ജീവിക്കുകയും ചെയ്യും. അല്ലെങ്കിൽ അവർ നിങ്ങളുടെ ജീവിതത്തെ വളരെ സമാധാനപരമായ രീതിയിൽ വിട്ടുപോകും. എന്നാൽ ഈ തവണ അവർ കൈപ്പോടെ പുറത്തുപോകില്ല. അവർ സ്വാതന്ത്ര്യത്തോടെ പുറത്തുപോകും. ഗരുഡപുരാണം മറ്റൊരു ആഴത്തിലുള്ള രഹസ്യം വെളിപ്പെടുത്തുന്നു. ഗർഭസംസ്കാരം. ഇപ്പോഴും ഒറ്റയ്ക്കിരുന്ന് ഈ വീഡിയോ കാണുന്നവർക്ക് ഇത് ഒരു മികച്ച മുന്നറിയിപ്പാണ്.
വിവാഹശേഷം ജനിക്കുന്ന കുഞ്ഞ് നമ്മുടേതാണെന്ന് നമ്മൾ കരുതുന്നു. എന്നാൽ ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള വികാരം, സംഗീതം, അതിർവരമ്പാണ് ആത്മാവിനെ അവരുടെ ഗർഭപാത്രത്തിലേക്ക് ആകർഷിക്കുന്നതെന്ന് വേദങ്ങൾ പറയുന്നു. നിങ്ങളും നിങ്ങളുടെ പങ്കാളിയും തുടർച്ചയായി വഴക്കിടുകയാണെങ്കിൽ, നിങ്ങളുടെ മനസ്സ് കാമം, അത്യാഗ്രഹം, കോപം എന്നിവയാൽ നിറഞ്ഞതാണെങ്കിൽ, നിങ്ങൾ വളരെ താഴ്ന്ന നിലയിലുള്ള ആത്മാവിനെ, പ്രേത ലോകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട ഒരു ആത്മാവിനെ അല്ലെങ്കിൽ ഒരു മുൻ ശത്രുവിനെ നിങ്ങളുടെ ഗർഭപാത്രത്തിലേക്ക് ക്ഷണിക്കുകയാണ്. പിന്നീട് സംഗീതം, ആ കുഞ്ഞ് വളർന്ന് നിങ്ങൾക്ക് വേദനയുണ്ടാക്കുകയും നിങ്ങളെ ഒരു വൃദ്ധസദനത്തിൽ ഉപേക്ഷിക്കുകയും ചെയ്യും. പിന്നീട് നിങ്ങൾ ചോദിക്കും, എന്റെ മകൻ എന്തുകൊണ്ട് ശ്രാവണകുമാരനായി മാറിയില്ല? അവനെങ്ങനെ ശ്രാവണകുമാരനായി മാറിയിട്ടുണ്ടാകും? നിങ്ങൾ രാവണനെ വിളിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ആവൃത്തി ഉപയോഗിച്ചു. അതുകൊണ്ടാണ് വിവാഹം നമ്മുടെ സമൂഹത്തിൽ ഒരു പുണ്യമായി കണക്കാക്കപ്പെടുന്നത്. ഒരു കരാറായല്ല. വിവാഹത്തിനു മുമ്പ് ജാതകങ്ങൾ ചേർത്തുവയ്ക്കുന്നു. എന്നാൽ ഇന്ന് നമ്മൾ പ്രവർത്തികളുടെ ജാതകങ്ങളെയല്ല, ഗുണങ്ങളുടെ ജാതകങ്ങളെ മാത്രമാണ് ചേർത്തുവയ്ക്കുന്നത്. രണ്ടുപേർ പരസ്പരം ആത്മീയ പുരോഗതിയെ പിന്തുണയ്ക്കാൻ തീരുമാനിക്കുമ്പോൾ ഒരു യഥാർത്ഥ ബന്ധം ഉണ്ടാകുന്നു. നാം മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ആകർഷണത്തിന്റെ ശാസ്ത്രമാണ്. വളരെ ബുദ്ധിമതിയായ ഒരു സ്ത്രീ വളരെ മോശമായ ഒരു പുരുഷനുമായി പ്രണയത്തിലാകുന്നതോ അല്ലെങ്കിൽ ഒരു നല്ല പുരുഷൻ തന്നെ വഞ്ചിക്കുന്ന ഒരു സ്ത്രീയോട് ഭ്രാന്തമായി ആകർഷിക്കപ്പെടുന്നതോ നാം പലപ്പോഴും കാണാറുണ്ട്. കുടുംബാംഗങ്ങൾ അവരുമായി ന്യായീകരിക്കാൻ ശ്രമിക്കുന്നു. സുഹൃത്തുക്കൾ അവരുമായി ന്യായീകരിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ അവർക്ക് ഒന്നും കാണാൻ കഴിയില്ല. ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ശാസ്ത്രം അതിനെ ഫെറോമോണുകൾ എന്ന് വിളിക്കുന്നു. എന്നാൽ ആത്മീയത അതിനെ കാമത്തിന്റെ കെണി എന്ന് വിളിക്കുന്നു. ഇത് മായ എന്ന് വിളിക്കപ്പെടുന്നു. നമുക്ക് ഒരാളുമായി കഴിഞ്ഞ് കാലത്തെ കണക്കുകൾ ഉള്ളപ്പോൾ പ്രകൃതി നമ്മുടെ കണ്ണുകളിൽ ഒരു മറ വെക്കുന്നു. ആ വ്യക്തിയുടെ ന്യൂനതകൾ നാം കാണുന്നില്ല. അവർ ഇല്ലാതെ ഞാൻ മരിച്ചുപോകുമെന്ന് നാം കരുതുന്നു. ഈ തീവ്രമായ ആകർഷണം, ഈ ഭ്രാന്തമായ പ്രണയം യഥാർത്ഥ പ്രണയമല്ല. ഇത് കഴിഞ്ഞ കാലത്തെ കർമ്മത്തിന്റെ കാന്തം നിങ്ങളെ അകത്തേക്ക് വലിച്ചിഴച്ച് നിങ്ങളെ കുടുക്കി നിങ്ങളുടെ കണക്കുകൾ തീർക്കാൻ ശ്രമിക്കുന്നു. യഥാർത്ഥ പ്രണയം നിങ്ങളെ ഒരിക്കലും അന്ധനാക്കില്ല. യഥാർത്ഥ പ്രണയം നിങ്ങളെ സമാധാനിപ്പിക്കുന്നു. അത് നിങ്ങൾക്ക് വ്യക്തത നൽകുന്നു. നിങ്ങൾ ഒരു ബന്ധത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സമാധാനം തകർന്നുപോയാൽ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തോട് കള്ളം പറയാൻ തുടങ്ങുന്നു. നിങ്ങളുടെ തൊഴിൽ നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നു. പിന്നീട് ഇത് പ്രണയമല്ല എന്ന് മനസ്സിലാക്കുക. ഇത് വരാനിരിക്കുന്ന കൊടുങ്കാറ്റിനുള്ള മുന്നറിയിപ്പാണ്. ഇത് നിങ്ങൾ അറിയാതെ ഒപ്പിടാൻ പോകുന്ന ഒരു കരാറാണ്. ഇവിടെയാണ് നമ്മുടെ പൂർവികർ ഒരു മനോഹരമായ പരിഹാരം നൽകുന്നത്. ദാനവും സേവനവും. നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ ധാരാളം പ്രശ്നങ്ങളുണ്ടെങ്കിൽ, വിവാഹത്തിന് കാരണക്കാരായ ഗ്രഹങ്ങളായ ശുക്രനും വ്യാഴവും ബാധിക്കപ്പെടുന്നു. ഗരുഡപുരാണം പറയുന്നു, നിങ്ങൾ ഒരു പെൺകുട്ടിക്ക് വിവാഹം ഒരുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു പാവപ്പെട്ട ദമ്പതികളെ സഹായിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വിവാഹത്തിന്റെ നെഗറ്റീവ് കർമ്മം കുറയാൻ തുടങ്ങുന്നു. മറ്റുള്ളവർക്ക് അവരുടെ വീടുകൾ സ്ഥാപിക്കാൻ നിങ്ങൾ സഹായിക്കുമ്പോൾ പ്രകൃതി നിങ്ങളുടെ സ്വന്തത്തെ സംരക്ഷിക്കാൻ നടപടി എടുക്കുന്നു. സംഗീതം, ഇത് ഒരു പ്രപഞ്ച നിയമമാണ്. നിങ്ങൾ കൊടുക്കുന്നത് നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ മറ്റുള്ളവരുടെ വീടുകൾക്ക് തീ വെച്ച് കിംവദന്തികൾ മാത്രം ഉണ്ടാക്കിയാൽ നിങ്ങളുടെ സ്വന്തം വീട്ടിൽ ഒരിക്കലും സമാധാനം ഉണ്ടായിരിക്കില്ല. എന്നാൽ ഈ സ്ക്രിപ്റ്റ് മാറ്റാൻ കഴിയില്ലേ? നമ്മൾ പൂർണ്ണമായും പാവകളാണോ? ഗരുഡപുരാണം വിധി അല്ലെങ്കിൽ പ്രാരബ്ധത്തെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ കഴിയില്ല. എന്നാൽ അതിനെ തീർച്ചയായും ലഘൂകരിക്കാൻ കഴിയും എന്ന് പറയുന്നു. ഉദാഹരണത്തിന്, നിങ്ങളുടെ വിധിയിൽ ഒരു കല്ലുകൊണ്ട് അടിക്കപ്പെടുമെന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പൂർണ്ണമായും ഒഴിവാക്കാൻ കഴിയില്ല. എന്നാൽ നിങ്ങൾ ശ്രദ്ധയോടെ നടന്ന് ഷൂസ് ധരിച്ചാൽ കല്ല് നിങ്ങളെ കുത്തില്ല. ദാമ്പത്യ ജീവിതത്തിലെ മുള്ളുകളെ പൂക്കളാക്കി മാറ്റാനുള്ള വഴിയാണ് തപസ്. കുടുംബം ജീവിതത്തെ ഏറ്റവും വലിയ തപസ്സായി നമ്മുടെ വേദങ്ങൾ വിശേഷിപ്പിക്കുന്നു. ഒരു സന്യാസിയായി കാട്ടിലേക്ക് ഓടിപ്പോകുന്നത് എളുപ്പമാണ്. ആരും നിങ്ങളെ തടയില്ല. എന്നാൽ ദിവസേനയുള്ള വഴക്കങ്ങൾക്കിടയിൽ വീട്ടിൽ തന്നെ ഇരിക്കുന്നത് നിങ്ങളുടെ നാവിനെ നിയന്ത്രിക്കാനും നിങ്ങളുടെ ദേഷ്യം അടക്കാനും മറ്റൊരാളുടെ ക്ഷേമത്തെക്കുറിച്ച് ചിന്തിക്കാനും ഹിമാലയത്തിൽ തപസ്സു ചെയ്യുന്നതിനേക്കാൾ വളരെ ബുദ്ധിനമാണ്. നിങ്ങൾ തെറ്റായ വ്യക്തിയെയാണ് വിവാഹം കഴിച്ചതെങ്കിൽ അതൊരു പരീക്ഷണമായി കണക്കാക്കുക. നിങ്ങൾ ഒരു നല്ല വിദ്യാർത്ഥിയാണെന്ന് ദൈവത്തിന് അറിയാവുന്നതുകൊണ്ട് അതൊരു കഠിനമായ ചോദ്യപേപ്പറായി കണക്കാക്കുക. നിങ്ങളെ തന്നെ
മെച്ചപ്പെടുത്താൻ ഈ ബുദ്ധിമുട്ടുള്ള സാഹചര്യം ഉപയോഗിക്കുക. നിങ്ങളുടെ ഭാര്യ നിങ്ങളോട് ദേഷ്യപ്പെടുമ്പോൾ പ്രതികരിക്കരുത്. അത് ശ്രദ്ധിക്കുക. മായ എങ്ങനെയാണ് കളിക്കുന്നതെന്ന് നോക്കുക. നിങ്ങൾ ഒരു സാക്ഷിയാകുന്ന ദിവസം ഈ നാടകം നിങ്ങളെ ദുരിതത്തിലാക്കുന്നത് നിർത്തും. വിവാഹം കഴിക്കാൻ പോകുന്നവർക്ക് ഈ ഉപദേശം: ബാഹ്യ സൗന്ദര്യത്തെയോ നിങ്ങളുടെ ബാങ്ക് ബാലൻസിനെയോ മാത്രം അടിസ്ഥാനമാക്കി വിവാഹം കഴിക്കരുത്. ആ വ്യക്തിയോടൊപ്പം നിങ്ങൾക്ക് സമാധാനം തോന്നുന്നുണ്ടോ എന്ന് നോക്കുക. അവരുടെ സാന്നിധ്യം നിങ്ങളെ ഒരു മികച്ച വ്യക്തിയാക്കുന്നുണ്ടോ? വിവാഹത്തിന് മുമ്പ് നിങ്ങളുടെ ദൈവത്തോടോ നിങ്ങളുടെ ഗുരുവിനോടോ അല്ലെങ്കിൽ ഉന്നതനായ മനുഷ്യനോടോ പ്രാർത്ഥിക്കുക: കർത്താവേ, എന്റെ ആത്മാവിന്റെ യാത്രയിൽ എന്റെ കൂട്ടാളിയാകുന്ന വ്യക്തിയെ എന്റെ ജീവിതത്തിലേക്ക് അയക്കുക. എന്റെ കാലിൽ ഒരു ചങ്ങലയല്ല, അവസാനം ഒരു ബന്ധവും എന്നേക്കുമായി നിലനിൽക്കില്ലെന്ന് മനസ്സിലാക്കേണ്ടത് പ്രധാനമാണ്. ആ സംഗീതം, നമ്മൾ എല്ലാവരും യാത്രക്കാരാണ്. ഒരു സത്രത്തിൽ കണ്ടുമുട്ടി കുറച്ചുകാലം ഒരുമിച്ച് ഉണ്ടാകും. പിന്നീട് നമ്മുടെ സ്വന്തം യാത്രകൾ ആരംഭിക്കും. ഈ ചുരുങ്ങിയ ജീവിതം വെറുപ്പിലും പരാതികളിലും വഴക്കുകളിലും പാഴാക്കരുത്. നിങ്ങളുടെ ജീവിത പങ്കാളിയെ അംഗീകരിക്കുക, അവർ എന്തായിരുന്നാലും ശരി, കാരണം അവർ നിങ്ങളുടെ സ്വന്തം കർമ്മത്തിന്റെ കണ്ണാടിയാണ്. കണ്ണാടി നിങ്ങളുടെ മുഖം വൃത്തികെട്ടതായി പ്രതിഫലിപ്പിക്കുകയാണെങ്കിൽ അത് തകർക്കുന്നത് പ്രയോജനകരമല്ല. നിങ്ങൾ നിങ്ങളുടെ മുഖം വൃത്തിയാക്കണം. നിങ്ങളുടെ കർമ്മം മെച്ചപ്പെടുത്തുക, സേവനം ചെയ്യുക, ദാനം ചെയ്യുക, ദൈവത്തിന്റെ നാമം ഉച്ചരിക്കുക. നിങ്ങളുടെ നല്ല ഗുണങ്ങൾ വർദ്ധിക്കുമ്പോൾ നിങ്ങളുടെ ദുഷ്പ്രവൃത്തികളുടെ സ്വാധീനം സ്വയമേവ കുറയും. നിങ്ങളെ കത്തിക്കാൻ വന്ന തീ കെട്ടുപോകും. ഓർക്കുക, വിവാഹരാത്രി ശരീരങ്ങളുടെ സംഗമം മാത്രമല്ല. പുരാതന കാലങ്ങളിൽ അത് ഗർഭധാരണ ചടങ്ങിന്റെ തുടക്കമായി കണക്കാക്കപ്പെട്ടിരുന്നു. അന്ന് രാത്രി നിങ്ങളുടെ മനസ്സിലേക്ക് ഒഴുകിയെത്തുന്ന ഊർജവും ചിന്തകളും നിങ്ങളുടെ ഭാവിയെ നിർണയിക്കുന്നു. അതുകൊണ്ട് കാമത്തിന് പുറം ഉയർന്ന് സ്നേഹത്തെയും ഭക്തിയെയും ആശ്ലേഷിക്കുക. വിവാഹം ഒരു കെട്ടുകഥയല്ല, അതൊരു അഗ്നി നദിയാണ്. അതിൽ നിങ്ങൾ മുങ്ങണം. എന്നാൽ ഈ അഗ്നിയെ സ്നേഹത്തോടും ക്ഷമയോടും കൂടി നയിക്കുന്നവർ യഥാർത്ഥ സ്വർണമായി പുറത്തുവരുന്നു. ഇന്നത്തെ സംഭാഷണം നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ കണ്ടെത്തി എന്ന് തോന്നുന്നുവെങ്കിൽ നിരാശപ്പെടരുത്. സത്യം കണ്ടെത്തിയതിൽ സന്തോഷിക്കുക. നിങ്ങൾ ഇനി ഇരുട്ടിലായിരിക്കില്ല. ഇതൊക്കെ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം. അതിന്റെ കാരണം നമ്മൾ അറിഞ്ഞാൽ പരിഹാരം താനേ വരും. അതിനാൽ ഇന്ന് രാത്രി നിങ്ങളുടെ എല്ലാ കുറവുകളും ഉപേക്ഷിച്ച് നിങ്ങളുടെ പങ്കാളിയെ ക്ഷമിക്കുക. അവർ നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിലും ദൂരെയാണെങ്കിലും, അവർ ജീവിച്ചിരിപ്പുണ്ടെങ്കിലും മരിച്ചുവെങ്കിലും, നിങ്ങളുടെ ഹൃദയത്തിന്റെ വാതിലുകൾ തുറക്കുക. കാരണം നിങ്ങൾ അവരെ തടവിലാക്കിയ കൂട് നിങ്ങളെയും തടവിലാക്കിയിരിക്കുന്നു. അവരെ മോചിപ്പിക്കുക. അത് ചെയ്ത് നിങ്ങളെ മോചിപ്പിക്കുക. ദൈവം ജോഡികളെ സൃഷ്ടിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ കർമ്മത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്ന് അഭിപ്രായങ്ങളിൽ ഞങ്ങളെ അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമാണെങ്കിൽ ദയവായി തങ്ങളുടെ വിവാഹങ്ങളിൽ ബുദ്ധിമുട്ടുന്നവരുമായി ഇത് പങ്കിടുക. ഒരുപക്ഷെ ഈ കാഴ്ചപ്പാട് അവരുടെ മങ്ങിപ്പോകുന്ന പ്രതീക്ഷകൾക്ക് പിന്തുണ നൽകും. കർമ്മത്തിന്റെ കണ്ണാടിയിലൂടെ നോക്കുമ്പോൾ ജീവിതം മനോഹരമായിരിക്കും. പരാതികൾ മറയുകയും അംഗീകാരം മാത്രം അവശേഷിക്കുകയും ചെയ്യും. അംഗീകാരം ഉള്ള സ്ഥലത്ത് ദൈവമുണ്ട്. നിങ്ങളുടെ ബന്ധങ്ങൾക്ക് സമയം, ധാരണ, ഏറ്റവും പ്രധാനമായി ഇടം നൽകുക. എല്ലാം ശരിയാകും, അല്ലെങ്കിൽ ഈ ജീവിതം കടന്നുപോകും. ആ കരാർ അവസാനിക്കും. തിരഞ്ഞെടുപ്പ് നിങ്ങളുടേതാണ്. നിങ്ങൾ അത് കണ്ണീരോടെ അവസാനിപ്പിക്കുമോ അതോ ചിരിയോടെ അവസാനിപ്പിക്കുമോ എന്നത് അടുത്ത വീഡിയോയിൽ ജീവിതത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട് മാറ്റുന്ന മറ്റൊരു ആഴത്തിലുള്ള രഹസ്യത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യും. അതുവരെ നിങ്ങളെ ശ്രദ്ധിക്കുക, നിങ്ങളുടെ ബന്ധങ്ങളെ ശ്രദ്ധിക്കുക. ശുഭരാത്രി. നാരായൺ നാരായൺ.